ഹായ്, നന്ദാസ് ടാങ്കി ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടൊരു പപ്പടം മെഴുക്കുവരട്ടിയാണ്. വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പപ്പടം 6 എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 40 ഗ്രാം. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി 12 ഗ്രാമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ചതച്ച മുളക് 2 ടീസ്പൂൺ മുളക് എടുക്കാം. ചുവന്നുള്ളി 75 ഗ്രാം ഉണ്ട്. ഇനി എണ്ണ വേണം. എണ്ണ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. പപ്പടം കാച്ചുന്നതിനൊക്കെ വെളിച്ചെണ്ണയാണല്ലോ എപ്പോഴും നല്ലത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നമ്മുടെ പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഈ അത്യാവശ്യം ഉള്ളിക്കും ഈ വെളുത്തുള്ളിക്കൊക്കെ വേണ്ട കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പപ്പടം ചെറുതായി മുറിച്ചെടുക്കണം. അതിനു മുമ്പ് ഇതിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊരു തുണി ഉപയോഗിച്ച് തുടച്ച് കളയാം. ആ പൊടിയൊക്കെ ഇരുന്നാൽ നമ്മൾ പപ്പടം കാച്ചുമ്പോൾ എണ്ണ പെട്ടെന്ന് കറുത്ത് കരിഞ്ഞ് ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പപ്പടം കാച്ചുമ്പോൾ ഇങ്ങനെ തുടച്ച് കളയാറുണ്ട്. ഇനി ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. വലിയ ചുവന്നുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് കീറിയിടാം. ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ചതച്ചെടുക്കുമ്പോൾ ഈ വലിയ ഉള്ളിയൊക്കെ അങ്ങനെ ചതയാണ്ട് തന്നെ കിടക്കും. ഇനി വെളുത്തുള്ളി കൂടെ ചേർക്കാം ഇതിലേക്ക്. വെളുത്തുള്ളി പൊളിക്കണമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ തൊലിയോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പടം ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. ഞാനൊരു കത്രിക ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വേഗം എളുപ്പത്തിന് നമുക്ക് കൈകൊണ്ട് മുറിച്ചെടുക്കാം. പക്ഷെ ഇങ്ങനെ കാണാനൊരു ഭംഗി ഉണ്ടാവുക ഇങ്ങനെ കത്രിക കൊണ്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുമ്പോഴാണ്. പപ്പടം എല്ലാം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കാം. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കാച്ചിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കാച്ചിയെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുഴുവൻ പപ്പടവും ഇങ്ങനെ കാച്ചിയെടുക്കാം. പപ്പടം കാച്ചിയെടുത്ത എണ്ണയിൽ തന്നെ നമുക്കിനി ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് തന്നെ ചേർക്കേണ്ട, വളരെ കുറച്ച് ചേർത്താൽ മതി. ഏകദേശം പകുതി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ക്രിസ്പി ആകുന്നവരെ വഴറ്റിയെടുക്കുക. പപ്പടത്തിന്റെ കൂടെ ഇടുമ്പോൾ ഇല്ലെങ്കിൽ പപ്പടം തണുത്തു പോകും. ഇപ്പോൾ നന്നായി വഴന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പപ്പടം പൊട്ടിപ്പോകാതെ പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പപ്പടം മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ടിന്നിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ 2-3 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. പപ്പടം മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.